നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 PSG ഇന്റർ മയാമിയെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയല്ലോ. അതിനെന്താ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഇന്റർ മിലാനെ അവർ തോൽപ്പിച്ച് എത്ര ഗോളിനാണെന്ന് ഓർമ്മയുണ്ടോ? 5 ഗോളുകൾക്കാണ്. അപ്പോൾ ആ ടീമിനോടാണ് ഇന്റർ മയാമി ഇവിടെ തോറ്റിരിക്കുന്നത്. മെസ്സി അത് കളിക്ക് ശേഷം പറയുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ 4 ഗോളിനോ 5 ഗോളിനോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അത്ര ഗോളിന് ഫൈനലിൽ ജയിച്ചവരാണിവർ, അവർക്കെതിരെയാണ് നമ്മൾ കളിച്ചത്. പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് അഭിമാനമുണ്ട് എന്നുകൂടി ലിയോ മെസ്സി പറഞ്ഞു വെക്കുന്നു. ഇന്നലത്തെ കളി തോറ്റതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറയുന്നു, ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് എഡീഷനാണ്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, ഞങ്ങളുടെ ടീമിൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതും ലോകത്തെ വ്യത്യസ്ത ടീമുകളോടാണ് ഞങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത്. ഞങ്ങൾ കളിച്ച ടീം നോക്കുക, ആരോടാണ്? ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരോടാണ്. അവർ 4-5 ഗോളിന്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ജയിച്ചു കയറി. നിലവിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടീം അവരാണെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. സോ ഇന്ന് സംഭവിച്ചത് സംഭവിക്കുക, ഞങ്ങളെപ്പോലുള്ള ടീമുകൾക്ക് അവരോട് ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് സംഭവിച്ചത് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു നാണക്കേടിൻ്റെയും കാര്യമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ലിയോ മെസ്സി പറയുന്നു. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എതിരാളികൾ അതിശക്തരാണ്, എന്നിട്ടും ഇന്റർ മയാമിക്ക് ഇങ്ങനെയെങ്കിലും പൊരുതി നിൽക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.